ഹായ് വെൽക്കം ടു ഓറിയന്റേഷൻ പ്രോഗ്രാം 11.0. നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കോമൺ സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇനി മുതൽ നമ്മൾ പ്രോഗ്രാം വൈസ് ആയിട്ടുള്ള സെഷൻസുകളാണ്. ഇന്നത്തെ ഈ ഒരു സെഷനും ഇനി വരുന്ന നിങ്ങളുടെ ഒരു ഫൈനൽ സെഷനും ആ സെഷനിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങളുടെ എംകോം പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ എംകോം പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്ത് പോകുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയാണ്, എന്താണ് എംകോം പ്രോഗ്രാം, എന്തൊക്കെയാണ് ഇതിൽ, എത്ര സമയമാണ് ഒരു, എന്താണ് ക്രെഡിറ്റ്, കോഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത്. സോ വൺസ് അഗെയിൻ ഐ എം വെൽക്കമിങ് ഓൾ ഓഫ് യു ടു ദി ഓറിയന്റേഷൻ പ്രോഗ്രാം 11.0 സിലബസ് ഡീകോഡ് ക്ലിനിക്സ് എംകോം. ഇഗ്നോ സിലബസ് ഡീകോഡിംഗ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ്. എന്താണ് കോഴ്സ്, എന്താണ് ബ്ലോക്ക്, എന്താണ് യൂണിറ്റ്സ്, ക്രെഡിറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ സിലബസ് കണ്ടപ്പോൾ ഡൗട്ട് ആയിട്ടുണ്ടാവും, എന്തായി ക്രെഡിറ്റ്, എന്തായി കോഴ്സ്, ഇതൊക്കെ ഡൗട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2, അതായത് ഇയർ 1-ലെ സബ്ജക്ട്സുകൾ, കോഴ്സുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡ് ദ കംപ്ലീറ്റ് എംകോം സിലബസ് ഹൈറാർക്കി ആൻഡ് കോഡ് സ്ട്രക്ചർ. എംകോമിന്റെ സിലബസ് എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ കോഡ് സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രോഗ്രാമിനൊക്കെ കോഴ്സിനൊക്കെ കോഡ് കൊടുത്തേക്കെന്ന് അറിയാൻ പറ്റും. പിന്നെ അതിനനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഓരോ സബ്ജക്ട് പഠിക്കാനായിട്ട് ടൈം അലോട്ട് ചെയ്യേണ്ടത്, അതായത് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയും ഓരോ ബ്ലോക്കുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് യൂണിറ്റ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. സോ ഈ സെഷന്റെ മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് എംകോം സ്ട്രക്ചർ വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഹൗ ടു റീഡ് ഇഗ്നോ കോഡ്സ്, ക്രെഡിറ്റ്സ്, ഹൈറാർക്കി. ഈ 3 കാര്യങ്ങളാണ് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ പറയുന്നുണ്ട്. ഇനി പ്രോഗ്രാം ഓവർവ്യൂ, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ സബ്ജക്റ്റിന് എങ്ങനെയാണ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഓരോ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽഡ്, അതായത് നിങ്ങളുടെ ഓരോ കോഴ്സിനെ കുറിച്ചിട്ട് അതിന് എത്രമാത്രം യൂണിറ്റ്സുകൾ ഉണ്ട്, ഓരോ സബ്ജക്റ്റിന്റെ ഉള്ളിലെ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലേൺവേഴ്സിന്റെ ആപ്പില് നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് ഈ കണ്ടന്റിന്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇഗ്നോ സിലബസ് എന്ന് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എംകോം എന്നാണ് നിങ്ങളുടെ പ്രോഗ്രാം. ഇനി എംകോം നിങ്ങൾക്ക് അറിയാം, എക്സാം വരുന്ന സെമസ്റ്റർ വൈസ് ആണ്. നിങ്ങൾക്ക് ഇയർ വൈസ് ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാം. എഴുതുമ്പോൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കൂടിയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ്, അതായത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 1 ഇയറും ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കൂടി എഴുതാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക. പിന്നെ ഇതിന്റെ കോഴ്സസുകൾ ഉണ്ട്. ഓരോ സബ്ജക്റ്റിനെ നമ്മളിവിടെ എന്താ പറയാ, കോഴ്സ് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എംകോം എന്നല്ല പറയേണ്ടത്. നമ്മൾ നോർമലി അങ്ങനെയാണ്, നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബികോം ആണ്, എംകോം ആണെന്ന് പറയും. പക്ഷെ ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സബ്ജക്റ്റ് ആണ്. ഇനി ഓരോ കോഴ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബ്ലോക്കുകൾ ഉണ്ട്, ബ്ലോക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് യൂണിറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ കോഴ്സ് വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഐ ഹോപ്പ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ SLM നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ബ്ലോക്കുകളെ കുറിച്ചും യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ ധാരണ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോ പഠിക്കുന്ന നമ്മുടെ കോഴ്സ് വർക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുന്നത് MCO 01 എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതിൽ ഈ MCO 01 എന്ന് പറയുന്നതിന് നമ്മുടെ കോഴ്സിന്റെ കോഡ് എന്നാ പറയാ. MCO എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ഐഡന്റിഫയർ. അപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇത് എംകോം സബ്ജക്റ്റ് ആണ്. എംകോമിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. 01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിന് ഒരു നമ്പർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കോഴ്സ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളില് ഓരോ സബ്ജക്റ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. ബ്ലോക്കിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോ ചില സബ്ജക്റ്റിനുള്ളിലൊക്കെ 5 ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഈ 5 ബ്ലോക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, യൂണിറ്റ്സുകൾ ഉണ്ടായിരിക്കും. കണ്ടോ, ബ്ലോക്ക് 1ന്റെ ഉള്ളിൽ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, അതായത് സിമിലർ പാറ്റേണിൽ വരുന്ന ഓരോ യൂണിറ്റ്സിനെയും ക്ലബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്, ബ്ലോക്ക് ഫോം ചെയ്യാണ്.
ഇനി നമുക്ക് ക്രെഡിറ്റ് എന്താന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ സിലബസ് ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സിലബസിന്റെ ലാസ്റ്റ് ഒരു കോളത്തിൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ 4 ക്രെഡിറ്റ്, മിനിമം 4 ക്രെഡിറ്റ്, മാക്സിമം 6 ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഈ ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്ര മണിക്കൂറാണ് ഈ സബ്ജക്ട് പഠിക്കേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 30 മണിക്കൂർ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് 1 മണിക്കൂർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവിടെ അത് 30 മണിക്കൂർ 30 അവേഴ്സ് നിങ്ങൾ പഠിക്കണം എന്നാണ്. അപ്പൊ മിനിമം ഇതിന് 4 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക ഒരു സബ്ജക്റ്റിൽ. അതായത് നിങ്ങൾ 120 അവേഴ്സ് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. 6 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 180 അവേഴ്സ് നിങ്ങൾ പഠിക്കണം എന്നാണ്. ഈ ക്രെഡിറ്റിന്റെ ബേസിലാണ് ആ സബ്ജക്റ്റിന്റെ നിങ്ങൾ എത്രമാത്രം സീരിയസ്നെസ്സിൽ അത് എടുക്കണം, അല്ലെങ്കിൽ എത്രമാത്രം സമയം അതിന് അലോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന്റെ സമയത്ത് സബ്ജക്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ ടൈം ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി എംകോമിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഒരു സ്നാപ്ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് സെമസ്റ്റർ സിസ്റ്റം ആണ് എംകോം മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സെമസ്റ്റർ 1 ഉണ്ട്, സെമസ്റ്റർ 2 ഉണ്ട്. എല്ലാം തിയറി പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നമ്മളുടെ ആപ്പില് ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിന്റെ കണ്ടന്റുകൾ എല്ലാം അവൈലബിൾ ആണ്. ആകെ മൊത്തം നിങ്ങൾക്ക് 8 സബ്ജക്ട്, ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ സബ്ജക്ട് എന്നല്ല നമ്മൾ പറയാ, കോഴ്സസ് എന്നാണ് പറയാ. സോ നിങ്ങൾക്ക് എന്താണ്, ഫസ്റ്റ് സെമസ്റ്ററിൽ 4 സബ്ജക്ട്, സെക്കൻഡ് സെമസ്റ്ററിൽ 4 സബ്ജക്ട് ആയിട്ട് ടോട്ടലി യു ഹാവ് 8 കോഴ്സസ്, അതായത് 8 സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. ഫസ്റ്റ് ഇനി നമുക്ക് പ്രോഗ്രാം റോഡ് മാപ്പ് നോക്കാം. നിങ്ങൾക്ക് ഇയർ 1, അതായത് ഇയർ 1 സെമസ്റ്റർ 1 പഠിക്കാനായിട്ടുള്ള സബ്ജക്ട്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം. MCO 01 ഓർഗനൈസേഷൻ തിയറി, MCO 04 ബിസിനസ് എൻവയോൺമെന്റ്, MCO 05 അക്കൗണ്ടിംഗ്, MCO 021 മാനേജറിയൽ എക്കണോമിക്സ്. ഇനി സെമസ്റ്റർ 2 കിടക്കുമ്പോഴോ MCO 06 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, MCO 022 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ആൻഡ് MCO 023 സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, MCO 024 എത്തിക്സ് ആൻഡ് CSR. ഇത്രയും സബ്ജക്റ്റുകളാണ് ഈ ഒരു വർഷത്തിൽ 2 സെമസ്റ്റർ കാലയളവിൽ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത്. ഇനി സെമസ്റ്റർ 1 നമ്മൾ വരുമ്പോൾ സെമസ്റ്റർ 1 മാത്രം വരുന്ന സബ്ജക്ട്സുകൾ നമ്മൾക്ക് നോക്കാം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ 3 സബ്ജക്ട്, അതായത് MCO 01, 04, 05 ഇതൊക്കെ 6 ക്രെഡിറ്റ് വരുന്നതാണ്. അതായത് നിങ്ങൾ ഏകദേശം 180 അവേഴ്സ് നിങ്ങൾ ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കും. അപ്പോൾ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ, ബിസിനസ് എൻവയോൺമെന്റ്, അക്കൗണ്ടിംഗ് ഫോർ മാനേജർ ഡിസിഷൻസ്, തിയറി പേപ്പേഴ്സ് ആണ് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഇതിൽ 4 ക്രെഡിറ്റ് വരുന്ന ഒരു പേപ്പറാണ് MCO 021 മാനേജറിയൽ എക്കണോമിക്സ് തിയറി പേപ്പർ ആണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് അതിന് സമയം അലോട്ട് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സെമസ്റ്റർ 2 വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 സബ്ജക്ട്സുകൾ തിയറി ടൈപ്പ് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ 3 എണ്ണം, ഒരു എണ്ണമാണ് മാത്രമാണ് 6 ക്രെഡിറ്റ്സ് വരുന്നത്. ബാക്കി 3 എണ്ണം 4 ക്രെഡിറ്റ്സ് ആണ്. MCO 06 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് 6 ക്രെഡിറ്റ് വരുന്നത്. ദെൻ 022, 023, 024 എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ടോട്ടൽ നിങ്ങൾക്ക് 18 ക്രെഡിറ്റ്. അപ്പൊ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. 1 ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 30 അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ്. ഇപ്പൊ 4 ക്രെഡിറ്റ്സ് ആണെങ്കിൽ 120 അവേഴ്സ് നിങ്ങൾ പഠിക്കാനായിട്ട് അതിനെ അലോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സമയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇനി MCO 01 ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ, അങ്ങനെ സബ്ജക്ട്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മളുടെ കൂടെ ലോജിഷ മാം ഉണ്ട്. ലോജിഷ മാം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സെഷന്റെ അവസാനം ചോദിക്കാം. അപ്പൊ ഞാൻ ലോജിഷ മാമിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഹായ് മാം, നമ്മളടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നമ്മുടെ കോഴ്സ് എന്നുള്ളതും കോഴ്സ് കോഡ് ഏതാന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ട് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് പേപ്പറായ MCO 01 ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ, അത് നമുക്ക് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. 5 ബ്ലോക്ക് ആണുള്ളത്, 20 യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പം അതിൽ നമുക്ക് ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ് ആണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിപ്പോവാം. ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ തിയറി.
അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷൻ ആൻഡ് ഓർഗനൈസേഷൻ തിയറി, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ്നെസ് ഇത്രയാണ് കവർ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 2 ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവില് ഈ ഓവർവ്യൂ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ലേണിംഗ്, ദെൻ പെർസെപ്ഷൻ, ദെൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 3 OB ആൻഡ് ഇൻഡസ്ട്രിയൽ പെർസ്പെക്റ്റീവ് സെക്കൻഡില് പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്, മോട്ടിവേഷൻ, ജോബ് ഡിസൈൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. അടുത്ത നമ്മൾ ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4 ഗ്രൂപ്പ് ബിഹേവിയർ ആണ്. ഗ്രൂപ്പ് ബിഹേവിയറിൽ അതിൽ ഗ്രൂപ്പിന്റെ ഫോർമേഷൻ, സ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ, ടീം ബിൽഡിംഗ് ഓർ ലീഡർഷിപ്പ് ആൻഡ് പവർ ഓഫ് പൊളിറ്റിക്സ് ഇത്രയാണ് ബ്ലോക്ക് 4 കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 5 നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 5 കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ചേഞ്ച്, ദെൻ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, ദെൻ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇത്രയാണ് ബ്ലോക്ക് 5 നമ്മൾ കവർ ചെയ്യുന്നത്. ഇത്രയാണ് MCO01 എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയറിൽ വരുന്ന ടോട്ടൽ 5 ബ്ലോക്കിൽ വരുന്ന കാര്യങ്ങൾ. അടുത്ത നമ്മൾ നോക്കുന്നത് MCO04 ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ബിസിനസ് എൻവയോൺമെന്റിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്, അതായത് നമുക്ക് 5 ബ്ലോക്കാണ് ഇതിലുള്ളത്. 21 യൂണിറ്റ് ആണ് ടോട്ടൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് നോക്കുവാണെങ്കിൽ 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റും സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇത്രയും യൂണിറ്റ് ആണ് ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ലീഗൽ എൻവയോൺമെന്റിൽ റെഗുലാരിറ്റി, പോളിസീസ് ഓർ ഫ്രെയിംവർക്ക് ആൻഡ് കോർപ്പറേറ്റ് ലോസ് ഫസ്റ്റ്, ദെൻ കോർപ്പറേറ്റ് ലോസ് സെക്കൻഡ്, ദെൻ ലേബർ ലെജിസ്ലേഷൻ ഇത്രയാണ് യൂണിറ്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 2 വരുന്നത്. ദെൻ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ, ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗവേണൻസ് ഇത്രയാണ് നമുക്ക് റെഗുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് 3 വരുന്നത്. അടുത്ത ബ്ലോക്ക് 4 എക്കണോമിക് എൻവയോൺമെന്റിൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി ആൻഡ് എക്കണോമിക് പ്ലാനിംഗ്, എക്കണോമിക് പോളിസീസ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്കണോമിക് റിഫോംസ് ഇത്രയും യൂണിറ്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 4 എക്കണോമിക് എൻവയോൺമെന്റിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 5 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ആൻഡ് ടെക്നിക്കൽ എൻവയോൺമെന്റിൽ നമ്മുടെ BOP ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സിം പോളിസി, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയും, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് WTO, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൊളാബറേഷൻ, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഇത്രയാണ് നമ്മൾ MCO04 ബിസിനസ് എൻവയോൺമെന്റിൽ കവർ ചെയ്യുന്നത്. അടുത്ത നമ്മളുടെ സബ്ജക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ MCO05 അക്കൗണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷൻ. അക്കൗണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷനിലും 5 ബ്ലോക്ക് ആണ് വരുന്നത്. അതിൽ 19 യൂണിറ്റ് വരുന്നുണ്ട്. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 വരുന്നത് ഫണ്ടമെന്റൽസ് ആണ്, അക്കൗണ്ടിങ്ങിന്റെ ആൻഡ് ഓവർവ്യൂ, ആൻഡ് ദെൻ ബേസിക് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയാണ് ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസിൽ വരുന്നത്. ദെൻ ബ്ലോക്ക് 2 അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസും, ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, ദെൻ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഇത്രയാണ് ബ്ലോക്ക് 2 യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3 ബഡ്ജറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ബേസിക് കൺസെപ്റ്റും, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ആൻഡ് റിവ്യൂ ഓഫ് ബഡ്ജറ്റും, അതുപോലെ തന്നെ അപ്രോച്ചസ് ടു ബഡ്ജറ്റിംഗ് ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് അനാലിസിസ് ഫസ്റ്റും വേരിയൻസ് അനാലിസിസ് സെക്കൻഡും, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും ഇത്രയാണ് യൂണിറ്റ് ആണ് ബ്ലോക്ക് 4 വരുന്നത്. ദെൻ ബ്ലോക്ക് 5 കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, അതിൽ മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ്, റിലവന്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ, റിപ്പോർട്ടിംഗ് ടു മാനേജ്മെന്റ് ആൻഡ് റീസൺ ഡെവലപ്മെന്റ് ഇത്രയും യൂണിറ്റ് ആണ് ബ്ലോക്ക് 5 കവർ ചെയ്യുന്നത്. ഇത്രയാണ് MCO05 വരുന്ന നമ്മുടെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത സബ്ജക്ട് MCO021 മാനേജറിയൽ എക്കണോമിക്സ് ആണ്. ഇതും നമുക്ക് 4 ബ്ലോക്ക് 4 ക്രെഡിറ്റ് ആയിട്ട് 13 യൂണിറ്റ് ആണ് ഉള്ളത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആണ്, അതായത് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സും, ദ ഫേം, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ ബേസിക് കൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ് ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസിൽ ഡിമാൻഡ് കോൺസെപ്റ്റ് ആൻഡ് അനാലിസിസ്, ദെൻ ഡിമാൻഡ് ഇലാസിറ്റി, ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഇത്രയും യൂണിറ്റ് ആണ് ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് ആൻഡ് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് ഇത്രയും യൂണിറ്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 പ്രൈസിംഗ് ഡിസിഷനിൽ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് എൻട്രി ബാരിയേഴ്സ്, ദെൻ പ്രൈസിംഗ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി,
then pricing, monopolistic and oligopolistic, and then pricing strategies. ഇത്രയും ബ്ലോക്ക് 4ൽ നമുക്ക് കവർ ചെയ്യുന്നത് ഈ 4 ബ്ലോക്കിലെ 13 യൂണിറ്റ് ആണ് നമ്മൾ MCU 021 മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്ത നമ്മളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് MCO 06 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റും 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. നമുക്ക് 6 ബ്ലോക്ക് ആണ് ഉള്ളത്. അതിൽ 19 യൂണിറ്റ് ആണ് നമുക്ക് കവർ ചെയ്യുന്നത്. അതിൽ ബ്ലോക്ക് 1 നേച്ചർ ആൻഡ് സ്കോപ്പ്, അതിൽ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ്, ദെൻ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ ഓർ റിസർച്ച്, ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 കൺസ്യൂമേഴ്സ് ആൻഡ് ടാർഗറ്റില് ബയർ ബിഹേവിയർ, മാർക്കറ്റ്സ് ഓർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്, ഇത്രയാണ് ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3 പ്രോഡക്റ്റ് ഡിസിഷനില് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ഓർ ക്ലാസിഫിക്കേഷൻ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് സൈക്കിൾ, ദെൻ ബ്രാൻഡിംഗ്, പാക്കേജിംഗ് ആൻഡ് സർവീസിംഗ്, ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 പ്രൈസിംഗ് ഡിസിഷൻ ആണ്. പ്രൈസിംഗ് ഡിസിഷനിൽ മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിംഗ്, ദെൻ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്, ദെൻ റെഗുലേഷൻ ഓഫ് പ്രൈസസ്, ഇത്രയും യൂണിറ്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 4 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 5 ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ആൻഡ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ്, ഇത്രയും യൂണിറ്റ് ആണ് ബ്ലോക്ക് 5 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 6 പ്രൊമോഷൻ ഓർ ഇഷ്യൂസിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ഓർ സെയിൽസ് പ്രൊമോ, ആൻഡ് ദെൻ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 6 കവർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ MCO 06 മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ MCO 022 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആയാലും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതിൽ 4 ബ്ലോക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ 16 യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. അതിൽ വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് വേരിയസ് ആൻഡ് സ്ക്യൂനെസ്, ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസിഷൻ തിയറി, ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 2 വരുന്നത്. ദെൻ ബ്ലോക്ക് 3 വരുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിൽ വരുന്നത് സാമ്പിളിംഗ് മെത്തേഡ്സ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആൻഡ് കൈ സ്ക്വയർ ടെസ്റ്റ്, ഇത്രയാണ് ബ്ലോക്ക് 3 വരുന്നത്. അടുത്ത ബ്ലോക്ക് 4 ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആണ്. ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ ബിസിനസ് ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ കോറിലേഷൻ, റിഗ്രഷൻ ആൻഡ് ടൈം സീരീസ് അനാലിസിസ്, ഇത്രയാണ് ബ്ലോക്ക് 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് MCO 023 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ വരുന്നത് കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി ആൻഡ് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ആൻഡ് സ്ട്രാറ്റജി ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്. ഇനി ബ്ലോക്ക് 2 എടുക്കുകയാണെങ്കിൽ അതിൽ എൻവയോൺമെന്റൽ അനാലിസിസ് ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അതിൽ വരുന്ന നമ്മുടെ യൂണിറ്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ, കോമ്പറ്റീറ്റീവ് അനാലിസിസ് ആൻഡ് ഇന്റേണൽ അനാലിസിസ് ആണ്. ബ്ലോക്ക് 3 ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി, അതിൽ വരുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി, കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, ഇത്രയും 3 സ്ട്രാറ്റജീസ് ആണ് നമ്മുടെ ബ്ലോക്ക് 3 ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ദെൻ ബ്ലോക്ക് 4 ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ, അതിൽ ഇംപ്ലിമെന്റേഷൻ, ബിഹേവിയറൽ ഡയമെൻഷൻസ്, കോർപ്പറേറ്റ് ഗവേണൻസ്, കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ, ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. നമ്മൾ MCO 023 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആയാലും നമുക്ക് 4 ബ്ലോക്ക് ആണ് വരുന്നത്, 13 യൂണിറ്റ് ആണ് വരുന്നത്, ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് MCO 024 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ആണ്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് ബിസിനസ്സിൽ ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർവ്യൂ, ദെൻ കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് എത്തിക്കൽ ഡിലേമാസ് ആൻഡ് എത്തിക്കൽ ഇൻ ബിസിനസ്, ഇത്രയും യൂണിറ്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 1 വരുന്നത്. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ഇവല്യൂഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് CSR ആൻഡ് CSR ആൻഡ് ഓവർവ്യൂ, ദെൻ ബിസിനസ് സ്ട്രാറ്റജി ഇൻ CSR ആൻഡ് CSR ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ലിങ്കേജസ്, ഇത്രയാണ് ബ്ലോക്ക് 2 വരുന്നത്. ദെൻ ബ്ലോക്ക് 3 വരുന്നത് CSR ഇൻ ഇന്ത്യ, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദെൻ CSR ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആൻഡ് CSR ലെജിസ്ലേഷൻ ആൻഡ് പോളിസി ഗൈഡ് ലൈൻസ് ആൻഡ് CSR ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്, ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് CSR റിപ്പോർട്ടിംഗ് പ്രോസസ് ആൻഡ് ഓഡിറ്റിംഗ്, ദെൻ റോൾസ് ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CSR ഡിപ്പാർട്ട്മെന്റ് ആൻഡ് CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു MCO 024 ബിസിനസ് എത്തിക്സ് ആൻഡ് CSRൽ വരുന്നത്. നമുക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് 4 ബ്ലോക്ക് ആണുള്ളത്, പക്ഷേ
14 യൂണിറ്റ് ഉണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 തന്നെയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്റർകണക്റ്റഡ് ലേണിംഗ് മാപ്പാണ്. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റും ഇതിലുള്ള നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്ന ഓരോ സബ്ജക്റ്റും ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ തിയറി ആയാലും ബിസിനസ് എൻവയോൺമെന്റ് ആയാലും നമ്മുടെ അക്കൗണ്ടിംഗ് ആയാലും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആയാലും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതുപോലെ തന്നെ എത്തിക്സ് ആൻഡ് CSR ഇങ്ങനെയുള്ള നമ്മുടെ ഈ കോഴ്സസ് ഒക്കെ എന്താണ് നമുക്ക് ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ അതായത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് MCO05 ഡാറ്റ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് MCO023 എന്ന് പറയുന്നത് നമുക്കിത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബിസിനസ് എൻവയോൺമെന്റ് ആയാലും ഓർഗനൈസേഷൻ തിയറി ആയാലും നമുക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാം സെയിം ആണെന്ന് തോന്നാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അതൊരു സെയിം ഫീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാം ഒരുപോലെ നമുക്ക് തോന്നും. കാരണം ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഓർഗനൈസേഷൻ തിയറി MCO01 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. ദെൻ ബിസിനസ് എൻവയോൺമെന്റ് MCO04 എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. ദെൻ അക്കൗണ്ടിംഗ് MCO05 എന്ന് പറയുന്നത് ഡാറ്റയാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് MCO023 അപ്ലിക്കേഷൻ ആണ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് MCO022 അനാലിസിസ് ആണ്. ദെൻ എത്തിക്സ് ആൻഡ് CSR MCO024 ഗവേണൻസ് ആണ്. അപ്പം ഓരോ ടോപ്പിക്കും നമ്മുടെ ഓരോ സബ്ജക്റ്റും ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ്സ് ആണ്. അതായത് നമുക്ക് അറിയാം നമുക്ക് ഓരോ ഇതിലും അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് അല്ലെ. നമ്മളിപ്പം ജാൻവരിയിലാണെങ്കിൽ അതായത് ജാൻ ബാച്ചിലാണെങ്കിൽ ജാൻവരി സൈക്കിളിലാവുന്ന സമയത്ത് നമുക്കൊരു മാർച്ച് 31 ആകുമ്പോഴേക്കാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ജൂലൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒക്ടോബർ 31 ആകുമ്പോഴാണ് നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻ വരുന്നത്. അസൈൻമെന്റ് സബ്മിഷന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഡേറ്റും കാര്യങ്ങളും നോക്കുക. അതിൽ പറയുന്ന ഡേറ്റ് പ്രകാരം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ചില സമയത്ത് ചില സ്റ്റഡി സെന്റേഴ്സ് അതിലും മുമ്പേ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നതുണ്ട്. അപ്പൊ നമ്മൾ അസൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റഡി സെന്റേഴ്സിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് എഴുതുന്ന സമയത്തായാലും നമുക്ക് കുറെ ഇഗ്നോയുടെ തന്നെ കുറെ ഗൈഡ് ലൈൻസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിന്റെയും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ വരുന്ന സമയത്ത് ഇഗ്നോയുടെ ഗൈഡ് ലൈൻസും സ്റ്റഡി സെന്റേഴ്സ് എന്താണോ പറയുന്നത് ആ ഗൈഡ് ലൈൻസും വെച്ച് വേണം നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. നോർമൽ ഗൈഡ് ലൈൻസ് പ്രകാരമാണെങ്കിൽ നമ്മുടെ അസൈൻമെന്റ് മാർജിൻ എന്ന് പറയുന്നത് 4:2 ആണ്. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് അതായത് നമ്മൾ ബ്ലാക്ക് പെൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ദ അസൈൻമെന്റ് നമ്മൾ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യുക. ബ്ലൂ ഇങ്ക് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ അസൈൻമെന്റ് നമ്മൾ ബ്ലൂ ഇങ്ക് തന്നെ യൂസ് ചെയ്യുക. അത്രയും പ്രൊഫഷണൽ ആയിട്ട് അതായത് സ്കെച്ച് പെന്ന് മാർക്കർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസൈൻമെന്റിൽ യൂസ് ചെയ്യരുത്. അത്രയും പ്രൊഫഷണൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക. മിനിമം ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് 35 പേജസ് എങ്കിലും വേണം. മാക്സിമം 40 to 45 പേജസ് വരെ ആയാലും കുഴപ്പമില്ല. അപ്പൊ മിനിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 35 പേജസ് വരെ എഴുതാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് വരുന്ന സമയത്ത് നമ്മൾ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നോക്കിയിട്ടും എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ അസൈൻമെന്റ് ഡേറ്റ് ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ ജാനുവരി സൈക്കിൾ ആകുമ്പോൾ നമ്മൾ മാർച്ച് 31 സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 31 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആകാൻ നിൽക്കരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അസൈൻമെന്റ് വന്ന ഉടനെ തന്നെ അത് എഴുതാൻ തുടങ്ങുക. അതിനൊരു 2 വീക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു 1 വീക്ക് മുമ്പേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം പ്രിപ്പയർ ചെയ്ത് ടാഗ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെതും. എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാം രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് അസൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.igno.ac.in എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ആ ഒരു അസൈൻമെന്റ് ലിങ്ക് നമ്മുടെ ആ ഒരു സൈറ്റിലേക്ക് കയറിയതിനു ശേഷം നമുക്ക് അവിടെ സെർച്ച് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി രാഗി മാം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ കോഡ് ഉണ്ട് എന്നുള്ളതും ആ കോഡും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പം BCO131 അങ്ങനെയൊക്കെ കോഡ് ഉണ്ടല്ലോ. അപ്പം MCO012 അങ്ങനെ പറയുന്ന നമ്മുടെ കോഡ് ഏതാണോ എക്സാക്ട് കോഡ് അവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ വന്നിട്ടുണ്ടാവും വ്യൂ ഓർ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് മൂന്നാമത്തെ ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അസൈൻമെന്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ ഒരു ഫയൽ വന്നിട്ടുണ്ടാകും. അപ്പൊ ആ ഫയലിൽ നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മുടെ ഡേറ്റും സബ്മിഷൻ ഡേറ്റും എല്ലാം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെയാണ് നമ്മളുടെ അസൈൻമെന്റ് ഒഫീഷ്യൽ സൈറ്റ് വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്.
നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സിലബസ് ഡീകോഡിങ്ങിന്റെ സെഷനിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നിപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നമുക്ക് എന്താണ് നമ്മുടെ സിലബസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ? നമ്മുടെ ഓരോ സിലബസ് എന്താണെന്നുള്ളതും ഓരോ സിലബസിന്റെയും ടോപ്പിക്സ് എന്താണെന്നുള്ളതും ഓരോ സിലബസിൽ വരുന്ന ബ്ലോക്ക് എന്താണെന്നുള്ളതും അതിൽ വരുന്ന യൂണിറ്റ് എന്താണെന്നുള്ളതും നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റഡി റിസോഴ്സസ് അറിയാം, നമ്മൾക്ക് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ സ്റ്റഡി റിസോഴ്സസ് ആയിട്ട് നിങ്ങൾക്ക് SLM എന്ന് പറയുന്നത്, അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പിയും സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പിയും അതുപോലെ തന്നെ അഡീഷണൽ നോട്ട് ആയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ടും HBയും, അതായത് നോട്ടിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം ആയിട്ടുള്ള ഇത് രണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എവിടെയുണ്ട് എന്നുള്ളതും എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? നമുക്ക് എക്സാമിന് അത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ സിലബസ് എന്താണെന്നുള്ളതും അതിൽ വരുന്ന കാര്യങ്ങളും നോക്കി ഇനി നമ്മൾ അത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ തരുന്ന റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത്, ഞാൻ പറഞ്ഞു റിസോഴ്സസ് ഏതാണെന്നുള്ളത് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുള്ളത്. അപ്പൊ നമ്മുടെ റിസോഴ്സസ് കാറ്റലോഗ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം റെക്കോർഡഡ് ലെക്ചേഴ്സ്, അതായത് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡ് ക്ലാസ്സസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവർ ആണ് വരുന്നത്. 1 അവറിൽ കൂടുതലാണെങ്കിൽ നമുക്ക് 2 വീഡിയോസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഓൾറെഡി ടൈം ടേബിൾ കിട്ടിയവരാണെങ്കിൽ നമ്മുടെ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ് ഉണ്ട്. അതായത് ആ ബ്ലോക്കിന്റെ റിവിഷൻ ക്ലാസ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്, ഞാൻ പറഞ്ഞു നോട്ടിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള കാര്യമാണ് വാല്യൂ ആഡഡ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, ഞാൻ പറഞ്ഞു നമുക്ക് അസൈൻമെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസൈൻമെന്റ് ഗൈഡ് ബുക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ആപ്പിൽ തന്നെ കണ്ടന്റിൽ അസൈൻമെന്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ PYQA, അതായത് പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചുകൊണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അതായത് ഒരു എക്സാം ടൈം അടുപ്പിച്ചായിരിക്കും ആ സെഷൻ വരുന്നത്. അതായത് പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ്, ഏറ്റവും കൂടുതൽ തവണ അതായത് ഈ 5 ഇയേഴ്സ് ആയിട്ട് ചോദിച്ചിട്ട് വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കൂടെ ലാസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ട്. മോഡൽ എക്സാംസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് സൂം ആപ്പ് വഴി തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാമിന് എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത്, നമ്മുടെ ആ 3 hours നമ്മൾ എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സൂം ആപ്പിൽ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ നോക്കാൻ വേണ്ടി ഇൻവിജിലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതായത് നമുക്ക് എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആങ്സൈറ്റിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും ഞങ്ങളുടെ മെന്റേഴ്സിനെയോ നിങ്ങളുടെ ടീം ലീഡിനെയോ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കും നിങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ സപ്പോർട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മുടെ ആപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ 2 ലെവലാണ് ഉള്ളത്. ഒന്ന് അഡ്വാൻസ്ഡ് ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ലെവലും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ലെവൽ നോക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യും. അതുപോലെ തന്നെ വെൽബീയിങ് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എങ്ങനെയാണ് കരിയർ കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സും സെഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കീ ടേക്ക് അവേസ് ആണ്. അപ്പം ഈ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് രാഗി മാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയുള്ള കാര്യങ്ങൾ ടേക്ക് അവേസ് തൊട്ടിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ രാഗി മാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓവർ ടു യു മാം. ഓക്കെ, താങ്ക് യു ലജിഷ മാം. അപ്പോ നമ്മൾ ജസ്റ്റ് സമ്മപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. എന്താ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്, ദെംകോം പ്രോഗ്രാം മൂവ്സ് ഫ്രം ഫൗണ്ടേഷണൽ തിയറി ടു സ്ട്രാറ്റജിക് ആപ്ലിക്കേഷൻ. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കൂടുതലും ഫൗണ്ടേഷണൽ സബ്ജക്ട്, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സുകളാണ്. കാരണം നിങ്ങളുടെ ഒരു ഇൻട്രോ പാർട്ടാണല്ലോ സെമസ്റ്റർ 1 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് സെമസ്റ്റർ 2. സോ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കണം, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കണം. പിന്നെന്താണ്, കോഴ്സസ് ലൈക്ക് MCO 04, 021 ഹാവ്
20+ യൂണിറ്റ്സ്. എന്താണ് 04 എന്ന് പറയുന്ന സബ്ജക്റ്റിലും 01 എന്ന് പറയുന്ന സബ്ജക്ട്സിലും നിങ്ങൾക്ക് 20ലധികം യൂണിറ്റ്സുകൾ ഉണ്ട്. അത് കാരണം തുടക്കത്തിലെ നല്ല രീതിയിലുള്ള പ്ലാനിങ് നിങ്ങൾ സെറ്റ് ആക്കുക. പിന്നെ ഇതിൽ ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട്സുകൾ, അതായത് പ്യുവർ ആയിട്ട് കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലാതെ വേറെ എക്സ്ട്രാ സബ്ജക്ട്സുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് എക്കണോമിക്സ്, എത്തിക്സ് ആൻഡ് ലോ ആർ ഇതൊക്കെ പ്യുവർ കൊമേഴ്സ് അല്ല, പക്ഷെ കൊമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്ജക്ട്സുകളാ. ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആകെ 8 കോഴ്സുകളാണുള്ളത്. ടോട്ടൽ 8 കോഴ്സുകൾ മൊത്തമായിട്ട് 138 കോഴ്സസ് യൂണിറ്റ്സുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഡെയിലി ഒരു 1 അവർ മിനിമം നിങ്ങൾ പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിന്റെ വെല്ലുവിളികൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു പുതിയൊരു ഇതിലോട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് അതിനുള്ള പ്ലാനിങ് നിങ്ങളുടെ പ്ലാനിങ് നല്ല രീതിയിൽ എന്താ പറയാ ഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുടക്കത്തിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. എന്താണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്, എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പറയുന്നത്. സോ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് നിങ്ങളുടെയും എന്തായിരിക്കണം, നല്ല വെൽ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ തുടക്കത്തിലെ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് നിങ്ങൾ എന്തായിരിക്കണം, യുവർ പ്ലാൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറാവണം. ഇനി ഒരു ക്വിക്ക് റിമൈൻഡർ നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ വെരി ഫസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ഹൊറിസോൺസ് ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനി ആരെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ത്രൂ ഒക്കെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ആരെങ്കിലും അത് ഫില്ല് ചെയ്യാത്തുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അത് നിങ്ങളെ ഇത് മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ മെൻറ്ററായിട്ട് കണക്ട് ചെയ്ത് വീണ്ടും ആ ഫോം വാങ്ങി ഫില്ലിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കോഹോട്ട് കണക്ട് ഫിനാലെ നിങ്ങൾക്ക് ഇനി ലാസ്റ്റ് ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിനാലെ സെഷൻ ആണ്. ആ സെഷനിൽ നമ്മൾ കുറച്ച് ഗെയിംസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള സെഷൻസിന്റെ ബേസിൽ ഒരു റാപ്പ് അപ്പ് വീഡിയോ ഉണ്ട്. പിന്നെ ഒരു ക്ലോസിംഗ് നോട്ട് ഉണ്ട്. ഈ കോഹോട്ട് ഫിനാലെ എന്ന് പറയുന്നത് 24 ഫെബ്രുവരി മുതൽ 28 വരെ ഫെബ്രുവരിയുള്ള ദിവസങ്ങളിൽ ആകെ നിങ്ങൾക്ക് 5 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഈ വരുന്ന 5 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ എംകോമിന് മാത്രമായിട്ടുള്ള ഒരു കോഹോട്ട് കണക്ട് ഫിനാലെ ആയിരിക്കും. സോ ആ സെഷനിലും നിങ്ങൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യണം. കുറച്ച് ഗെയിം ഒക്കെ ഉള്ള ഒരു സെഷനാണ്. സോ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ടൊക്കെ അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സെഷൻ എന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയതിലൊക്കെ ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത് ഇത്ര തന്നെയുള്ളൂ. നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങളൊരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ മോസ്റ്റ്ലി ജോയിൻ ചെയ്തതൊക്കെ കൂടുതലും ലേഡീസ് ആണ്. നമ്മളെപ്പോഴും നമുക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കൽ വളരെ കുറവാണ്. സോ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊരു 1 അവർ നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മാക്സിമം എൻഷുർ ചെയ്യാനായിട്ട് നോക്കണം. ഇഗ്നോ എന്ന് പറയുന്ന അത്ര ഒരു വലിയൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സോ ഒന്നല്ല ഇഗ്നോ എക്സാം കടന്ന് കിട്ടുക എന്നുള്ളത്. എഫേർട്ട് ഇടാതെ നമുക്ക് ഒരിക്കലും ഒരു വിജയത്തിലോട്ട് എത്താൻ പറ്റില്ല. ആ എഫേർട്ട് ഇട്ട് നിങ്ങൾ ആ വിജയം നേടിയെടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് എത്തുള്ളൂ. അപ്പൊ ആയതിനാൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ സമയം, ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്ന പോലെ സമയം ഉണ്ടെങ്കിൽ പഠിക്കാം എന്നുള്ള ഒരു അപ്രോച്ച് മാറ്റി സമയം ഉണ്ടാക്കി പഠിക്കുക. ഒരു ദിവസത്തില് ഞാൻ 8 തൊട്ടിട്ട് 9 മണി വരെ അല്ലെങ്കിൽ 9 തൊട്ട് 10 മണി വരെയാണ് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ അവൈലബിൾ ആക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങൾക്കും നേടാനാകും, നിങ്ങൾക്കും നല്ല വിജയം നേടാനാകും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എന്റെ ഭാഗത്തു നിന്നും ലോജിഷ മാമിന്റെ ഭാഗത്തു നിന്നായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സെഷനിലും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.